അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ നാവാണ് മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്ത നന്മകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഒരു പക്ഷേ അതിലൊരു ആശ്വാസവും അതേപോലെ തന്നെ ഞാൻ വല്ലാതെ പ്രയാസപ്പെടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിലപ്പുറം നമ്മുടെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി കളയുന്ന, നമുക്ക് ധാരാളം തിന്മകളെ നേടിത്തരുന്ന നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഇത് പ്രത്യേകം പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ആളുകൾക്ക് നിയന്ത്രിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണല്ലോ വൈകാരികതകൾ. തൻ്റെ സ്വകാര്യതകൾ മനുഷ്യന് നിയന്ത്രണ വിധേയമാക്കുന്നത്, ലൈംഗികമായിട്ടുള്ള മനുഷ്യൻ്റെ താല്പര്യങ്ങൾ, അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രമകരമായി നടത്തുന്ന ഒരു കാര്യം തന്നെയാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് നാവിൻ്റെ കാര്യം. ഈ ലൈംഗികമായ ആസ്വാദനങ്ങളെപ്പോലെ തന്നെ മനുഷ്യന് ആസ്വാദനം നൽകുന്ന ഒന്നാണ് ഈ സംസാരം എന്നാണ്. ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഫോണൊക്കെ ചെയ്ത് മണിക്കൂറുകളോളം സംസാരിക്കും, നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ആ സംസാരത്തിൽ ഒരു ആശ്വാസം കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സന്തോഷം കാണുന്നുണ്ട്. ഒരു പക്ഷേ നീണ്ട സംസാരങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണോ പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അതുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ മിനിമം നമ്മൾ ആലോചിക്കണം. നമ്മളോടൊരാൾ പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് നമ്മളൊരാൾ പറയുകയാണെങ്കിൽ ആവട്ടെ, നീ പറയുന്ന കാര്യം സത്യമാണോ? നീ എന്നോട് പറയാൻ പോകുന്ന കാര്യം ഉള്ളതാണോ? പലപ്പോഴും നമ്മൾ പറയുന്ന സംസാരങ്ങളിൽ വലിയൊരു ശതമാനം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നുണ പറയല്ലേ. നുണ പറയാന്നുള്ള എത്രമാത്രം കുറ്റകരമായ കാര്യമാണ്. അത് യഹ്ദിയിലൻ നാറാണ്, നരകത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അധർമ്മമാണ്, അധർമ്മം നരകത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ കളവ് പറയുക എന്നുള്ളത്, ഒരു വിശ്വാസി കളവ് പറയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ പറയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മനഃപൂർവ്വം ഒരു കാര്യം കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അങ്ങനത്തെ കളവാണ് ഈ പറയണത്. ഇപ്പോൾ സംസാരങ്ങളിൽ ഒരു വലിയ ഭാഗം കളവാണ്. അപ്പോൾ കളവ് സംസാരിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ആകെ സംസാരിക്കുന്നതിൻ്റെ വളരെ വലിയൊരു ശതമാനം ഒരു പക്ഷേ ഒഴിവാകും. രണ്ടാമത് ഇപ്പോൾ അയാളോട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞ കാര്യം നല്ലതാണോ? ഒരു നല്ല കാര്യം നിങ്ങൾ പറയുന്നത് ഒരു നല്ല കാര്യമാണോ? എനിക്കെന്തെങ്കിലും നല്ലൊരു ഉപദേശം, അതല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും നിലക്ക് ഒരു നല്ല വാർത്ത, ഒരാളെക്കുറിച്ചൊരു നല്ല മതിപ്പുണ്ടാക്കുന്ന ഒരു സംസാരം നല്ലതാണോ എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് ഒരു നല്ല കാര്യമാണോ എന്നാണ്. നല്ല കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഫലിയഖുൽ ഖൈറൻ, നല്ലത് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ നല്ലതേ പറയൂ എന്നൊരാൾ തീരുമാനിച്ചാൽ, മറ്റൊരാൾക്ക് ദോഷം വരാത്ത, മറ്റൊരാളുടെയൊക്കെ അപവാദമാവാത്ത, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാത്ത നല്ല കാര്യമേ പറയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, നല്ലതല്ലാത്തൊക്കെ ഒഴിവാക്കിയാൽ തന്നെ സംസാരത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് ആവശ്യമുണ്ടാവില്ല. മൂന്നാമത്തെ നമ്മുടെ ചോദ്യം എന്താണ്? നിങ്ങൾ എന്നോടൊരു കാര്യം പറയാൻ പോവുകയാണല്ലോ, ആ പറയാൻ പോകുന്ന കാര്യത്തിൽ എനിക്കെന്തെങ്കിലും ഉപകാരമുണ്ടോ? നിങ്ങളത് പറഞ്ഞു, ഞാനത് കേട്ടു, എനിക്കതുകൊണ്ട് എന്തൊരു പ്രയോജനമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നമുക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം നമ്മളെന്തിന് കേൾക്കണം? മറ്റൊരാൾക്ക് പ്രയോജനമില്ലാത്ത കാര്യം, അയാളുടെ സമയവും അയാളുടെ അവസ്ഥയും ഉപയോഗപ്പെടുത്തി നമ്മളെന്തിനാളുടെ പറയണത്? അയാൾക്ക് എന്തൊക്കെ ജോലികളുണ്ടായിരിക്കും. ആ ജോലികൾക്കിടയിൽ അയാളെ പിടിച്ചു നിർത്തി നമ്മൾ അയാളുടെ സംസാരിക്കുന്നതും കേൾക്കുന്നതും അയാൾക്കൊരു ഉപകാരവുമില്ലെങ്കിൽ, ഉപകാരമില്ലെന്ന് മാത്രമല്ല അത് ദോഷം കൂടെ ആവുകയാണെങ്കിലും, നമ്മളെ കേട്ട് നിൽക്കുന്ന അയാൾക്ക് കുറ്റം കൂടെ ആകുന്നുണ്ടെങ്കിൽ എത്രമാത്രം വലിയ ദുരന്തമാണത്. അതുകൊണ്ട് സംസാരങ്ങളെ ഒന്ന് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വളരെ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ പറയുന്ന കാര്യം സത്യമാണോ? ആ പറയുന്നത് നല്ലൊരു കാര്യമാണോ? ആ പറയുന്ന കാര്യം കേൾക്കുന്നവരെ എന്ത് ഉപകാരം ചെയ്യും എന്നാലോചിച്ചിട്ട് ഇനി സംസാരിക്കും നമ്മൾ തീരുമാനിച്ച് നോക്കും. നിങ്ങൾ തീർച്ചയായും നമ്മുടെ സംസാരങ്ങൾക്ക് നിയന്ത്രണം വരും, നമ്മുടെ സംസാരങ്ങളിൽ സൂക്ഷ്മത വരും, നമ്മുടെ സംസാരങ്ങൾ നല്ലതായിത്തീരും. അപ്പോൾ ഇനി നല്ലതാണ് നമ്മൾ പറയണതെങ്കിലോ, നല്ല സംസാരങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയും. ആ പറയുന്ന വാക്കിൽ ആ നന്മയുടെ ഉദ്ദേശമല്ലാത്ത മറ്റൊരു ദുഷിച്ച ലക്ഷ്യങ്ങൾ, ഒരാൾ അപമാനിക്കാനോ ശാസിക്കാനോ ഒന്നുമില്ല.
സദീദ്. നമ്മൾ എന്താണോ പറയേണ്ടത് ആ പറയേണ്ട കാര്യം നല്ല നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക പറയാം. യൂസുലഹലക്കും ആമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരും. വയാഫിർ ലരുക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അവൻ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് അള്ളാഹു പറയുന്നതാണ്. അപ്പോൾ നല്ലത് പറയാൻ, നല്ലതല്ലാത്തത് നമ്മൾ ഒഴിവാക്കുമ്പോൾ നല്ലതായിരിക്കും നമ്മൾ പറയുന്നതല്ല. നല്ലത് പറയുമ്പോൾ കിട്ടുന്ന പ്രയോജനം ഇത്ര വലുതാണ്. അതുകൊണ്ട് നല്ലത് പറയാനും നല്ലതല്ലാത്തത് പറയാതിരിക്കാനും എന്ത് പറയാനൊരുങ്ങുമ്പോഴും ഈ 3 ചോദ്യം നാം നമ്മോട് ചോദിക്കുക. ഞാൻ പറയുന്നത് സത്യമാണോ? ഞാൻ പറയുന്നത് നല്ലതാണോ? ഞാൻ പറയുന്നത് പറയപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാണോ എന്ന് ചിന്തിക്കുക. നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.